ചിലരൊക്കെ അങ്ങനെയല്ലേ? നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ കടന്നു വരുന്ന ചില ആളുകൾ വലിയ സ്വാധീനം ചെലുത്തി കടന്നു പോകാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ അവരെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലായിരിക്കാം, അവരെ നമുക്ക് പരിചയമില്ലായിരിക്കാം. എന്നിട്ടും ഒരൊറ്റ സംഭവം കൊണ്ട്, ഒരിടപെടൽ കൊണ്ട് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച് അവർ കടന്നു പോകും. നമ്മുടെയൊക്കെ ആത്മകഥയുടെ പുസ്തകത്താളുകളിൽ അവരുടെ പേരുകൾ നാം എഴുതി ചേർക്കുകയും ചെയ്യും. സുവിശേഷത്തിൽ കാണുന്ന കാനാൻകാരി സ്ത്രീയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഒരേയൊരു തവണ മാത്രമാണ് സുവിശേഷത്തിൽ നാം ഈ സ്ത്രീയെ കണ്ടുമുട്ടുന്നത്. പിശാച് ബാധിച്ച തൻ്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് യേശുവിനോട് കേണപേക്ഷിക്കുന്ന ഒരമ്മ. ഇതിനു മുൻപ് ആ സ്ത്രീയെക്കുറിച്ച് നാം കേട്ടിട്ടില്ല. ഈശോയുടെ പക്കൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോയ ആ അമ്മയെ നാം പിന്നീട് കാണുന്നുമില്ല. എന്നിട്ടും നമുക്ക് പരിചയമുള്ളതും സുവിശേഷത്തിൽ പേര് കേട്ടവരുമായ മറ്റനേകം കഥാപാത്രങ്ങളെക്കാൾ ഒരു പിടി പാഠങ്ങൾ വിജാതീയ ആയ ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കുക, ഈ കഥയിൽ 2 പ്രധാന കഥാപാത്രങ്ങൾ മാത്രമാണുള്ളത്: ഈശോയും പിശാചുബാധിതയായ പെൺകുട്ടിയുടെ അമ്മയും. ഇവർ തമ്മിലുള്ള സംഭാഷണവും ഇവർ ഒരുമിച്ചുള്ള സമയവും വളരെ കുറച്ച് മാത്രം. എന്നിരുന്നാലും അവളുടെ ആവശ്യം വളരെ വലുതാണ്, മനസ്സിൻ്റെ ഭാരം വളരെ തീവ്രമാണ്, ഒപ്പം അവളുടെ വിശ്വാസം ഏറെ ശ്രേഷ്ഠവും. അതായത്, പിശാച് ബാധിച്ച തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള തൻ്റെ വലിയ ആവശ്യം തൻ്റെ മനസ്സിൻ്റെ വലിയ ഭാരത്തോടെ എങ്കിലും വലിയ വിശ്വാസത്തോടെ ഈ അമ്മ ഈശോയുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടെ സംഭാഷണം നടക്കുന്നത് ഈശോയും സ്ത്രീയും തമ്മിലാണെങ്കിലും അതിൻ്റെ ഫലം കിട്ടുന്നതും സൗഖ്യവും അത്ഭുതവും സംഭവിക്കുന്നതും അങ്ങ് അകലെ അവളുടെ വീട്ടിലാണ്. ഈ അത്ഭുത സൗഖ്യം നടക്കുമ്പോൾ ആ മകളുടെ ഒപ്പം വീട്ടിൽ അമ്മയില്ല, സൗഖ്യത്തിന് കാരണക്കാരനായ ഈശോയുമില്ല. പക്ഷേ ഈ സ്ത്രീ തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ നടന്നതൊക്കെ ആനന്ദ കണ്ണീരോടെ തൻ്റെ മകളോട് വിവരിക്കും. അപ്പോൾ ആ മകൾ തിരിച്ചറിയും, തനിക്ക് വേണ്ടി ഈശോയുടെ മുൻപിൽ അപമാനം സഹിച്ചും പ്രത്യാശ കൈവിടാതെയും തൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിൻ്റെ 1ാമത്തെ സന്ദേശം ഇതാണ്: നമുക്ക് വേണ്ടി നാം അറിയാതെ തന്നെ പ്രാർത്ഥിക്കുന്നവരും അധ്വാനിക്കുന്നവരുമുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന നന്മകൾക്കും നാളെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഐശ്വര്യങ്ങൾക്കും കാരണക്കാരായവരെ നമുക്ക് മറക്കാതിരിക്കാം, അവരോട് നന്ദിയുള്ളവരാകാം. ഇനി ഒന്നുകൂടി ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കൂ. സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ഒന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു കാലത്തും ഒരു സംസ്കാരത്തിലുമാണ് ഈ സംഭവം നടക്കുക. ഇതാ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഈശോയും ശിഷ്യന്മാരും ഉൾപ്പെടുന്ന യഹൂദ പുരുഷ സമൂഹത്തിലേക്ക് ഒറ്റയ്ക്ക് കയറി വരുന്നു. അവിടെ ഈശോയുമായി നേരിട്ട് സംസാരിക്കുന്നു. അതിന് ധൈര്യപ്പെടുന്നു. കാരണം ഇനി ഈശോയ്ക്ക് മാത്രമേ തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ, തൻ്റെ മകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ആ സ്ത്രീയെപ്പോലെ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ആവശ്യങ്ങളില്ലേ, നമ്മുടേതായ ഭാരങ്ങളില്ലേ? ഒരുപക്ഷെ ശാരീരിക രോഗങ്ങളാകാം, മാനസിക സംഘർഷങ്ങളാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, ആത്മീയ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, ബന്ധങ്ങളിൽ വന്ന വിള്ളലുകളാകാം, പഠനത്തിൻ്റെ ഭാരമാകാം, ജോലിയുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട വിഷയങ്ങളാകാം. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ വരുമ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തപ്പോഴും നിരന്തരമായ നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഫലമില്ലാതെ വരുമ്പോഴും എവിടെയാണ് നാം ആശ്രയിക്കേണ്ടതെന്ന് ഈ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും നിരാശയുടെ കാർമേഘങ്ങൾ മനസ്സിലേക്ക് ഇരച്ചു കയറുമ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ അപഹാസ്യരാകുമ്പോഴും വചനം നമുക്ക് തരുന്നത് പ്രത്യാശയുടെ സുവിശേഷമാണ്. കാരണം നമ്മുടെ വലിയ ആവശ്യങ്ങളിൽ ഉത്തരവും
വലിയ ഭാരങ്ങളിൽ ആശ്വാസവും നമ്മുടെ ദൈവം തന്നെ. 147 സങ്കീർത്തനം 5 വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ കർത്താവ് വലിയവനും ശക്തനും ആകുന്നുവെന്ന്. സുവിശേഷത്തിലെ വിജാതീയ സ്ത്രീ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശവും ഇതുതന്നെ. നമ്മുടെ വലിയ ആവശ്യങ്ങളിൽ നമ്മുടെ വലിയ ദൈവത്തെ നമുക്ക് സമീപിക്കാം. പ്രത്യാശയോടെ, സ്ഥിരതയോടെ, വിശ്വാസത്തോടെ അവിടുത്തെ മുൻപിൽ വരുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കും, ബലപ്പെടുത്തും, അനുഗ്രഹിക്കും.